ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ എണീച്ചൊന്ന് കണ്ട കാഴ്ച കഥ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കണു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഇടയായിട്ടേ എനിക്ക് ഉറക്കം തീരെയില്ല രാത്രി. പിന്നെ ഉറങ്ങണത് പുലർച്ചെ എപ്പോഴോ ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകി. ഉമ്മയാണ് കേട്ടോ ഇപ്പോൾ ഇക്കാക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നത്. കാരണം എനിക്ക് കുറേ നേരം എന്താ പറയുക അടുക്കളയിൽ നിൽക്കാനൊന്നും പറ്റില്ല. ഇക്ക പോയ ശേഷം ഞാനിതാ ഒന്ന് ഫ്രഷായി മരുന്നൊക്കെ കുടിക്കാണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ ആ സെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അവിടെ മൊത്തത്തിൽ ഞാൻ ഈ തേനിൽ ചേർത്തിട്ടാണ് മരുന്ന് കുടിക്കുന്നത്. അപ്പോൾ ആ തേനിൻ്റെ ബോട്ടിലിൽ ഉറുമ്പ് വന്നിട്ട് മൊത്തം ഉറുമ്പായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് അടിച്ച് വാരുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് 2 ദിവസമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്തല്ലോ, അപ്പോഴൊന്നും നിനക്ക് വലിയ കുഴപ്പമില്ലല്ലോ എന്ന്. അന്നത്തെ ദിവസം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ ഇതാ ഈ ഒരു നിമിഷം വരെ നല്ല സുഖമാണെന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ പെയിനാണ്. ഒരുപാട് നേരം നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് സമാധാനമായപ്പോൾ കണ്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴേ മൊത്തത്തിൽ പ്രശ്നമായി. എന്നാലും അൽഹംദുലില്ലാ ഫസ്റ്റത്തേനൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് എൻ്റെ കാര്യം. രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കാനോട് ഉപ്പ് പൊടി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇക്ക കടയിൽ ഉപ്പ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഉപ്പ് പൊടിയെന്ന്. അവർക്ക് കേട്ടത് പുട്ടുപൊടി എന്നാണ്. അങ്ങനെയാണ് കേട്ടോ ഈ പുട്ടുപൊടി വീട്ടിലെത്തിയത്. പുട്ടുണ്ടാക്കി കഴിക്കണം എന്ന് കുറേ ദിവസമായി വിചാരിക്കണു. ഈ പുട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്തോ എൻ്റെ മനസ്സറിഞ്ഞ പോലെ അന്ന് ഉപ്പ് പൊടി വാങ്ങാണ്ട് പുട്ടുപൊടി ആയിട്ടാണ് ആൾ വീടെത്തി നോക്കുമ്പോഴായിരുന്നു പൊടി മാറിയത് അറിഞ്ഞത്. അപ്പോൾ തേങ്ങൻ്റെ വെള്ളം ഞാൻ നേരിട്ട് തന്നെ പുട്ടിൻ്റെ മാവിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതാ പുട്ടിനുള്ള മാവൊക്കെ കുഴച്ചെടുത്തു. അജ്മിയുടെ പൊടിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കി എടുക്കാൻ നല്ല സുഖമാണ്. തേങ്ങ ഉണ്ടല്ലോ ചിരവാൻ വേണ്ടിയിട്ട് ഇവിടെ ചിരവില്ല. ചിരവ കേട് വന്ന ശേഷം പിന്നെ അത് വാങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കത്തിയും കൊണ്ട് ഇതാ ഇങ്ങനെ ആക്കി എടുക്കാനാണ് പണ്ടേ ഇഷ്ടം. ഇരുന്ന് ചിരവാനൊക്കെ ഭയങ്കര മടിയാണ്. കഷ്ണങ്ങളാക്കിയ തേങ്ങനെ മിക്സിയിലിട്ടിട്ടേ 2 വട്ടം ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേനും ഇതാ കറണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കലൊക്കെ അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു. കാരണം കറണ്ട് ഇല്ലാണ്ടേ വലിയൊരു സുഖമില്ല ഇങ്ങനെ കാണാൻ. പിന്നെ തേങ്ങ ഒന്ന് ചതഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതൊക്കെ കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടു. അപ്പോൾ പുട്ട് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ഇഡ്ഡലി പാത്രത്തിൽ. ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അജ്മിയുടെ പുട്ടുപൊടി ഏകദേശം ഒരു 5 മിനിറ്റ് പോലും തികച്ച് ആവി കയറണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേന് റെഡിയായി കിട്ടും. പിന്നെ എങ്ങനെ ആകുമ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ പുട്ടൊക്കെ റെഡി ആവുമല്ലോ. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. മോന് സ്കൂളിൽ പോയി, ഇക്ക ഡ്യൂട്ടിക്കും പോയല്ലോ. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം പറയാൻ കേട്ടോ, ഞാൻ ഈ ഇടയ്ക്ക് കേട്ടൊരു വാചകമാണ്. സത്യം പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നി. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നിയത് എന്നറിയില്ല. വേറൊന്നുമല്ല, രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഒരു ഗുളികയുടെ സഹായം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഗുളിക കഴിക്കാണ്ട് നമുക്ക് ഉണരാനും എന്താ പറയുക ഉറങ്ങാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ എന്ന് ഞാൻ കേട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് എനിക്ക് പലപ്പോഴും ഇപ്പോൾ ഈയിടെയായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പുട്ടൊക്കെ റെഡിയായി. ഒരു കുഞ്ഞു പുട്ടാണ്. നമ്മുടെ കരണ്ടി ഉണ്ടല്ലോ, മീൻസ് ചാറൊക്കെ വിളമ്പണ കരണ്ടി, അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ പുട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ 3 കഷ്ണം പുട്ടെടുത്തിട്ട് രാവിലെ ഉണ്ടാക്കിയ കടലൻ്റെ മസാലയാണ്, ഗ്രേവി ഇല്ലാണ്ട് കടല ഉമ്മക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലോണം അങ്ങനെ വരട്ടി എടുത്തതാണേ. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കേട്ടോ പുട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുട്ടൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും എന്താ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തതാണ്. കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വലിയ ഉപകാരമില്ല, പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലൊക്കെ ഈ കേക്ക് ഉണ്ടാക്കാൻ ഒരു തോന്നൽ വരും. ആ ഒരു ടൈമിൽ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത്. ഇതിന് മുമ്പ് ഞാൻ വാങ്ങിയ കുറച്ച് 2-3 കേക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ അവിടെ അൺബോക്സ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ ഈ കുക്ക് ചെയ്യണത് ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇക്കാക്ക് കൊടുത്തയച്ചു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്താ ഉള്ളത് കൂട്ടി കഴിക്കാൻ, നൈറ്റ് എന്തെങ്കിലും നോക്കാമെന്ന്. അപ്പം ഉമ്മയും മോനും ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ ഒരു ചെറിയ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് കിച്ചണിൽ ഇങ്ങനെ മുട്ട പൊരിക്കലും പിന്നെ ഒരു റൈസൊക്കെ ഉണ്ടാക്കി നോക്കി. റൈസ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു റെസിപ്പി ആയിരുന്നു. പക്ഷേ ആ റെസിപ്പി എന്താ പറയുക കുറച്ച് എൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഇവിടെ നിന്ന് പറയണത് ഉമ്മച്ചി മാത്രം എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കുകയാണല്ലേ, ഞങ്ങൾ ചോറ് കഴിച്ച ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ ആൾ കുറച്ച് കുറുമ്പനാണ് കേട്ടോ. ചില സമയത്ത് നല്ല കുട്ടിയാണ്, ചില സമയത്ത് കുറുമ്പന. പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറുമ്പൊക്കെ വേണ്ടേ അല്ലേ. അങ്ങനെ ഇതാ സംഭവം റെഡിയായി. അപ്പോൾ റസ്ലൂന് വാരി കൊടുത്തിട്ട് ഞാനും കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, ഉമ്മാക്കും ഇഷ്ടമായിട്ടോ, ഉമ്മാക്കും കൊടുത്തു. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പൊതുവേ എരിവ് പുളി അതൊക്കെ കുറച്ച് കൂടുതലാണ്.
അങ്ങനെ റസ്ലും ഞാനും കൂടിയിട്ട് ആ ചോറ് ഇതാ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഉമ്മ അപ്പുറത്തിരുന്നും കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഷോർട്സ് വീഡിയോയിൽ ഇടാം. അതാകുമ്പോൾ കാണാനൊക്കെ എളുപ്പമല്ലേ. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആക്രാന്തത്തിലോടുകൂടി തിന്നണ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടേ പലരും എന്നോട് പറയും എന്ത് തീറ്റയാണ് താൻ തിന്നണതെന്ന്. അപ്പോൾ അത് ഞാൻ പറയാം. നിസ്കരിക്കുകയാണ് കേട്ടോ. നിസ്കരിക്കുന്നത് ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്, നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടല്ലോ, ഓണത്തിൻ്റെ ഒരു വിഭവം ഉണ്ടാക്കുന്ന വീഡിയോ, സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ എന്താ പറയുക, കുറച്ച് എന്നെ അറിയുന്നവരൊക്കെ വിളിച്ചിട്ട് അസുഖമൊക്കെ എന്തായി, മാറിയില്ലേ എന്നൊക്കെ പണ്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അസുഖം മാറട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. കുറച്ച് മാറ്റമുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ കുറേ നേരം നിന്നെടുത്തുകൊണ്ടാണോ എന്ന് അറിയില്ല. അതിനുശേഷം 2 ദിവസമൊക്കെ ഞാൻ ഒരുപാട് ഇടങ്ങാറായി കേട്ടോ. തീരെ നിൽക്കാൻ പറ്റാണ്ടും എന്താ പറയുക, നടക്കാൻ പറ്റാണ്ടൊക്കെ. അപ്പോൾ ചില സമയത്ത് നല്ലപോലെയാണെങ്കിൽ ചില സമയത്ത് അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അൽഹംദുലില്ല നല്ല സമാധാനമുണ്ട്. പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ കുടിച്ചു. രാവിലത്തെ കടലുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ആ ഫുഡിൻ്റെ അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറച്ച് പേഴ്സണലായിട്ട് അറിയുന്നവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, താൻ നല്ല തീറ്റയാണല്ലോ, ഇങ്ങനെ തിന്നാൽ പിന്നെ എന്താ തടി വയ്ക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ നല്ല കഴിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ നിറയെ ഉള്ള പോലെ തോന്നുകയാണ്. അങ്ങനെ കുറേ കഴിക്കണ പോലെ എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും കഴിക്കണുള്ളൂ, നോർമലായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടോ ഞാൻ കഴിക്കണുള്ളൂ. പിന്നെ ഇത് നൈറ്റൊക്കെ ഓർഡർ ചെയ്ത വെജ് ചില്ലി പൊറാട്ടയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാൻ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എണ്ണയൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇമ്മയും മോനൊക്കെ കഴിച്ചു. പിന്നെ ഞാനിതാ നല്ല മാന്തൾ മുളക് ചാറുണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് പപ്പടമൊക്കെ പൊരിച്ചിട്ട് ചോറ് കഴിച്ചു. രാത്രി ചോറ് കഴിക്കണ്ടെന്ന് മിക്ക ദിവസങ്ങളും വിചാരിക്കും, പക്ഷെ നടക്കൂല. പിന്നെ എല്ലാം മാറ്റിയെടുക്കണം. കാരണം ഈ ഒരു ഡിസ്ക് പ്രോബ്ലത്തിന് വെയിറ്റൊക്കെ കുറച്ച് കുറക്കണം എന്ന് പറയണ കേട്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം ഇനി തുടങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.